ഹലോ സ്റ്റുഡൻസ്, നമ്മളിനി സെക്കൻഡ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ CPNMൻ്റെ സെക്കൻഡ് മോഡ്യൂളിൽ ബേസിക്കലി 3 ടോപ്പിക്സാണുള്ളത്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്, അറേസ്, ഫങ്ഷൻസ്. ഈ 3 ടോപ്പിക്സാണ് നമ്മുടെ ഈ സെക്കൻഡ് മോഡ്യൂളിലുള്ളത്. ഇതാണ് സെക്കൻഡ് മോഡ്യൂൾ. ആകെ 4 ലൈൻസേ ഉള്ളൂ എങ്കിലും നമ്മുടെ സിലബസിൽ തന്നെ ഏറ്റവും വാസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡ്യൂളാണ് സെക്കൻഡ് മോഡ്യൂൾ. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം വരുന്നത് സെക്കൻഡ് മോഡ്യൂളാണ്. C++ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഒരു കോർ പോർഷൻസ് എന്ന് പറയുന്ന 3 കാര്യങ്ങളും ഈ മോഡ്യൂളിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ ലെങ്തി ആയിട്ടുള്ള മോഡ്യൂളാണ്. ആകെ 4 ലൈൻസേ ഉള്ളൂ എങ്കിലും വളരെ ലെങ്തി ആയിട്ടുള്ള മോഡ്യൂളാണ്. അതിലാദ്യത്തെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങുന്നത്. അതായത് ഇത്രയുണ്ട്: കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇഫ്, എൽസ് ഇഫ്, സ്വിച്ച്, ഫോർ, വൈൽ, ഡു വൈൽ, ബ്രേക്ക്, കണ്ടിന്യൂ. ഇത്രയാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന പോർഷൻസിലുള്ളത്. പിന്നെ ഉള്ളത് അറേസ് ഉണ്ട്, പിന്നെ ഫങ്ഷൻസും ഉണ്ട്. ഈ 2 ടോപ്പിക്സും കൂടെ ഉണ്ട്. എല്ലാം വാസ്റ്റായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട C++ൻ്റെ വളരെ കോറായിട്ടുള്ള പോർഷൻസാണ് ഇത് 3. അപ്പോൾ ആദ്യം നമുക്ക് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിച്ചു തുടങ്ങാം. നമ്മൾ ഈ കാണിച്ചു തരുന്ന പ്രോഗ്രാം നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഒരു സർക്കിളിൻ്റെ റേഡിയസ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഏരിയ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് തരുന്ന ഒരു പ്രോഗ്രാമാണ്. ഇത് സാമ്പിളായിട്ട് ഞാൻ ചുമ്മാ കാണിച്ചതാണ്. ഈ പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഈ കമ്പൈലർ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇതിലുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും കമ്പൈലർ എക്സിക്യൂട്ട് ചെയ്യും. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് സത്യം പറഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യത്തില്ല എങ്കിലും അത് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു 2 /* അതിൻ്റെ അകത്തുള്ള ഡിസ്ക്രിപ്ഷൻ അത് എക്സിക്യൂട്ട് ചെയ്യില്ല എന്നേ ഉള്ളൂ. എന്നാലും അത് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും ആ കമ്പൈലർ എക്സിക്യൂട്ട് ചെയ്യുന്നുവെന്ന് പറയാം. ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് പോലും അത് സ്കിപ്പ് ചെയ്യുകയോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒന്നിൽ കൂടുതൽ തവണ എക്സിക്യൂട്ട് ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും മുകളിൽ നിന്ന് താഴോട്ട്, അതായത് ടോപ്പ് ഡൗൺ അപ്രോച്ചിൽ മുകളിൽ നിന്ന് താഴോട്ട് എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇതുവരെ പഠിച്ച പ്രോഗ്രാംസ് എല്ലാം കണ്ടുകൊണ്ടിരുന്നത്. അതിലുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും എക്സിക്യൂട്ട് ചെയ്യും. ആ ഓർഡറിൽ തന്നെ, മുകളിൽ നിന്ന് താഴോട്ട് എന്ന ഓർഡറിൽ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യും. പക്ഷേ വലിയ വലിയ പ്രോഗ്രാംസ് വരുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്താൽ പോരാ. ചിലപ്പോൾ 1-2 സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നിൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, 1-2 സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് മൾട്ടിപ്പിൾ ടൈംസ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരാം. അതും അല്ലെങ്കിൽ ചില കേസിൽ കുറച്ച് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് സ്കിപ്പ് ചെയ്യേണ്ടതായിട്ട് വരാം. അതല്ല എങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട്, ഇപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് അടുത്ത 2 സ്റ്റേറ്റ്മെൻറ്റ് സ്കിപ്പ് ചെയ്തിട്ട് പിന്നെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ള രീതിയിലെല്ലാം വരാം. അപ്പം ചിലപ്പം ചില സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും, ചില സ്റ്റേറ്റ്മെൻറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് അങ്ങനത്തെ രീതിയിലുള്ള എക്സിക്യൂഷനൊക്കെ വേണ്ടി വരും കുറച്ചുകൂടെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസൊക്കെ നമ്മൾ എഴുതുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിച്ച് ചില സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. അതോ അല്ലെങ്കിൽ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് സ്കിപ്പ് ചെയ്യാൻ സാധിക്കും. അതല്ല എങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് മാറി ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ള രീതിയിലെല്ലാം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് ഈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ചില ടെക്സ്റ്റ് ബുക്കിൽ അതിനെ കൺട്രോൾ സ്ട്രക്ചർ എന്നും അല്ലെങ്കിൽ കൺട്രോൾ ട്രാൻസ്ഫർ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നും എല്ലാം പറയും. സംഭവം എല്ലാം കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ കൺട്രോൾ സ്ട്രക്ചർ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന കാറ്റഗറി ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 3 സിലബസിൽ പറയുന്നുണ്ട്. അതിലാദ്യത്തെ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയും. അതിൻ്റെ അകത്ത് ഇഫ്, എൽസ് ഇഫ്, സ്വിച്ച്, ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. പിന്നെയുള്ള ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ തവണ എക്സിക്യൂട്ട് ചെയ്യാം, മൾട്ടിപ്പിൾ ടൈംസ് റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിൻ്റെ അകത്ത് ഫോർ, വൈൽ, ഡു വൈൽ എന്നീ 3 സംഭവങ്ങളുണ്ട്. പിന്നെയുള്ള ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്, അത് ബ്രേക്ക്, കണ്ടിന്യൂ, ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് പറയാം. അപ്പോൾ ആ സമയത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അങ്ങനെ 3 കാറ്റഗറിയായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നും അല്ലെങ്കിൽ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നും സാധാരണ പറയും. അതുപോലെ തന്നെ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിനെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയും. ഈ വാക്കുകളെല്ലാം ഇൻ്റർചേഞ്ച് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യും. ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിനെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയും. സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുമെല്ലാം പറയും. അപ്പോൾ അങ്ങനെ 3 ടൈപ്പ് ഓഫ് കാറ്റഗറിയാണ് ഈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിലുള്ളത്.
അതിൽ നമ്മൾ ആദ്യത്തെ കാറ്റഗറിയിലുള്ള ഇഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഈ വീഡിയോ നമ്മൾ പഠിക്കുന്നത്. ഈ വീഡിയോയിൽ ഇഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് അതിനെപ്പറ്റി പഠിക്കും. പിന്നെ ഒരു എക്സാമ്പിൾ നോക്കും. അടുത്ത വീഡിയോയിൽ 1-2 എക്സാമ്പിളും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എൽസ് ഇഫ് അല്ലെങ്കിൽ ഇഫ് എൽസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്, അത് കഴിഞ്ഞ് സ്വിച്ച്, അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഈ കാണുന്ന എല്ലാ ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തേ ഒക്കുള്ളൂ. അതെല്ലാം സിലബസിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന സംഭവം, ഇഫ് സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അതിന് സാധാരണ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് 3 കാറ്റഗറിയിൽ എഴുതാം. ഇഫ്, എൽസ് ഇഫ്, അല്ലെങ്കിൽ ഇഫ് എൽസ്, അല്ലെങ്കിൽ ഇഫ് എൽസ് ഇഫ്. ഇങ്ങനെ 3 ഫോർമാറ്റിൽ നമുക്ക് എഴുതാം. ഇതിൽ ആദ്യത്തെ ഫോർമാറ്റാണ്, അതായത് ബേസ് ആയിട്ടുള്ള ഫോർമാറ്റാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് സിൻറ്റാക്സ് ആണ് ഞാൻ ഇവിടെ ഈ കൊടുത്തിട്ടുള്ളത്. ഈ ഇഫ് എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് ഒരു എക്സ്പ്രഷൻ, എന്തെങ്കിലും ഒരു ഇക്വേഷനോ എന്തെങ്കിലും എക്സ്പ്രഷനോ നമ്മൾ എഴുതും. അതെന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എക്സ്പ്രഷൻ ഇങ്ങനെ എഴുതും. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ ലിങ്ക് ചെയ്തിരിക്കും. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കൂടെ ലിങ്ക് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഈ കൊടുത്തിട്ടുള്ളത്. അതായത് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ആ ലൈൻ കഴിഞ്ഞ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ അതായിരിക്കും ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ ലിങ്ക് ചെയ്തിട്ടുള്ളത്. സംഭവം എന്തെന്ന് വെച്ചാൽ, ഈ എക്സ്പ്രഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നു എങ്കിൽ അതിൻ്റെ കൂടെയുള്ള ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് സ്കിപ്പ് ചെയ്യും, അതായത് ഇഗ്നോർ ചെയ്യും. അതാണ് അതിൻ്റെ രീതി. ഇവിടെ ഇപ്പം ഇഫ് എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്തോടെ എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്. ഈ കണ്ടീഷൻ ഇതിനെ വേണമെങ്കിൽ നമുക്ക് കണ്ടീഷൻ എന്ന് പറയാം, എക്സ്പ്രഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ എന്ന് പറയാം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇവിടെ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഈ കേർലി ബ്രാക്കറ്റിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തത്. ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ ലിങ്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അകത്ത് വരുന്നു എങ്കിൽ നമ്മൾ കേർലി ബ്രാക്കറ്റിൻ്റെ അകത്താണ് നമ്മളത് എഴുതുന്നത്. അതേസമയം ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കൂടെ വരുന്നുള്ളൂ. അതുകൊണ്ട് കേർലി ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതായത് ഡീഫാൾട്ടായിട്ട് കേർലി ബ്രാക്കറ്റ് ഒന്നും ഇട്ടിട്ടില്ല എങ്കിൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് തൊട്ട് താഴെ വരുന്ന, അതായത് അതിൻ്റെ കൂടെ വരുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ എക്സ്പ്രഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എങ്കിൽ. അതല്ല, ഈ എക്സ്പ്രഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ട് ഒന്നിൽ കൂടെ സ്റ്റേറ്റ്മെൻറ്റ്സ് അത് അതിൻ്റെ കൂടെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഈ കേർലി ബ്രാക്കറ്റിൻ്റെ അകത്ത് ആയിട്ട് നമ്മളത് മെൻഷൻ ചെയ്യണം. സപ്പോസ് ഈ എക്സ്പ്രഷൻ, അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് അത് സാറ്റിസ്ഫൈ അല്ല എങ്കിൽ ഇതിൻ്റെ കൂടെയുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും അങ്ങ് സ്കിപ്പ് ചെയ്യും. ഈ കേർലി ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും അങ്ങ് സ്കിപ്പ് ചെയ്യും. അങ്ങനെയാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വർക്കിംഗ്. ഇവിടെ ഈ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കണ്ടീഷനാണ് നമ്മൾ കാണിക്കുന്നത്. എന്തെങ്കിലും ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഔട്ട്പുട്ട് ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്, ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്, ഇങ്ങനെ ഔട്ട്പുട്ട് വരുന്ന എന്തെങ്കിലും എക്സ്പ്രഷനോ എന്തെങ്കിലും ഇക്വേഷനോ എന്തെങ്കിലും കണ്ടീഷനോ ആയിരിക്കും നമ്മളിവിടെ എഴുതുന്നത്. അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ഇങ്ങനെ ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു കണ്ടീഷൻ മാത്രമേ, ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ മാത്രമേ നമ്മളിവിടെ എഴുതുകയുള്ളൂ. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ട്രൂ ആയിരിക്കണം അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കണം. ഈ ഫാൾസ് എന്ന് പറഞ്ഞാൽ അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന 0 എന്ന് പറയുന്ന ഡിജിറ്റ് വെച്ചിട്ടാണ് ഫാൾസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കാരണം ഒന്നുമില്ല എന്നുള്ള അർത്ഥത്തിൽ ഫാൾസ് എന്ന് പറഞ്ഞാൽ 0 എന്ന ഡിജിറ്റ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. ട്രൂവിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന 1-നെയാണ്. 1 എന്ന ഡിജിറ്റ് കൊണ്ടാണ് ട്രൂവിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ ഔട്ട്പുട്ട്, ഈ എക്സ്പ്രഷൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇക്വേഷൻ്റെ ഔട്ട്പുട്ട് ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് എന്ന് വരണം, അല്ലെങ്കിൽ 1 എന്നോ 0 എന്നോ വരണം. അങ്ങനെ ഔട്ട്പുട്ട് വരുന്ന ഇക്വേഷൻ മാത്രമേ നമുക്കിവിടെ എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്ന ആ സംഭവത്തിൽ ഇവിടെ 1 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് നോൺ സീറോ വാല്യൂ ആണ്. ഒന്നുകിൽ 0 ആയിരിക്കണം അല്ലെങ്കിൽ ഒരു നോൺ സീറോ വാല്യൂ ആയിരിക്കണം. നമ്മൾ ഇത് അത്രത്തോളം സ്ട്രെസ് ചെയ്തപ്പം പറയണ്ട. ഇപ്പം നമ്മൾ ശ്രദ്ധിക്കുക, ഇപ്പം നമ്മൾ ഒന്നുകിൽ 0 ആയിരിക്കണം അല്ലെങ്കിൽ 1 ആയിരിക്കണം, അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കണം, അല്ലെങ്കിൽ ട്രൂ ആയിരിക്കണം. ഇങ്ങനെ ഔട്ട്പുട്ട് വരുന്ന ഇക്വേഷൻസോ കണ്ടീഷൻസോ മാത്രമേ നമ്മൾ ഇഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതുന്നത്. ഇവിടെ നോക്കുക, x>1. ഇതൊരു കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ എന്ന് പറയാം. x>1 ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഈ സംഭവം എന്തെന്ന് വെച്ചാൽ x>1 എന്നൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. x>1 എക്സിൻ്റെ വാല്യൂ >1 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന കണ്ടീഷനാണിത്. അപ്പോൾ ഈ ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് 2 ഔട്ട്പുട്ടേ ഉള്ളൂ, ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. അതായത് ഒന്നുകിൽ എക്സിൻ്റെ വാല്യൂ >1 ആയിരിക്കും, അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ >1 ആയിരിക്കത്തില്ല.
അങ്ങനെ ഈ ഇക്വേഷൻ്റെ ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. അങ്ങനെ ബാക്കിയുള്ള എല്ലാ ഇക്വേഷനും അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. ഇവിടെ നോക്കുക, ഇവിടെ y <= 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് വൈയുടെ വാല്യൂ <= 5, 5ഓ അതിനേക്കാളും താഴെയാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന കണ്ടീഷനാണിത്. അതുപോലെ തന്നെ ഇതും ഒരു കണ്ടീഷനാണ്, a = 0 എന്നുള്ളത്. അതായത് എയുടെ വാല്യൂ 0 ആണോ അല്ലയോ എന്നാണ് ഇത് ചെക്ക് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. എയുടെ വാല്യൂ 0 ആണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ട്രൂ ആയിരിക്കും. എയുടെ വാല്യൂ വേറെ എന്തെങ്കിലും വാല്യൂ ആണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫാൾസ് ആയിരിക്കും. അപ്പോൾ ട്രൂ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് റെക്കഗ്നൈസ് ചെയ്യുന്നത് 1 എന്ന ഡിജിറ്റ് ആയിട്ടാണ്. ഫാൾസ് എന്ന് പറഞ്ഞാൽ 0 എന്ന ഡിജിറ്റ് ആയിട്ടാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. അത് വിടുക. അതുപോലെ തന്നെ ഇതിപ്പം എല്ലാം റിലേഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയാം. ഇതിപ്പം റിലേഷണൽ ഓപ്പറേറ്റർ മാത്രമല്ല, അതിൻ്റെ കൂടെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക, x>1 ആൻഡ് y>5. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്തെന്ന് പറഞ്ഞാൽ ഈ കണ്ടീഷൻ്റെയും ഔട്ട്പുട്ട് ട്രൂ ആയാൽ മാത്രമേ ഈ മൊത്തം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആവുകയുള്ളൂ. അതായത് അതുകൊണ്ടാണ് ആൻഡ് എന്ന് പറഞ്ഞ ലോജിക്കൽ ഓപ്പറേറ്റർ കൊടുത്തിട്ടുള്ളത്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും ഔട്ട്പുട്ട് ട്രൂ ആയാൽ മാത്രമേ ഈ മൊത്തം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആവുകയുള്ളൂ. ഇവിടെയാണെങ്കിൽ ഓറാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഈ രണ്ട് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ആ രണ്ട് കണ്ടീഷൻ്റെയും ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ട്രൂ ആയാൽ ഈ മൊത്തം സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. ഇത് രണ്ടും കൂടെ ട്രൂ ആവേണ്ട, ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഔട്ട്പുട്ട് മാത്രം ട്രൂ ആയാൽ മതി, മൊത്തം സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ ഓർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് എന്ന ഒരു ഔട്ട്പുട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന ആ ഇക്വേഷൻസ് മാത്രമേ നമുക്കിവിടെ എക്സ്പ്രഷൻ എന്ന് പറയുന്ന ആ ഭാഗത്ത് നമുക്ക് ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് നമുക്ക് എഴുതാൻ സാധിക്കത്തുള്ളൂ. അതായത് ഈ ഇഫ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ കൊടുക്കും. ആ കണ്ടീഷൻ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. അങ്ങനെ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് എന്ന് വരുന്ന ഔട്ട്പുട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമേ നമുക്ക് ഇഫ് എന്ന് പറയുന്ന ഇവിടെ ബ്രാക്കറ്റിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യാനൊക്കത്തുള്ളൂ. എന്നിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് ട്രൂ ആണോ ഫാൾസ് ആണോ നോക്കും. ട്രൂ ആണ് എങ്കിൽ മാത്രമേ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ഒന്നിൽ കൂടെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ കേൾ ബ്രാക്കറ്റിൻ്റെ അകത്ത് എഴുതും. അതല്ല ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ കേൾ ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പം ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കൂടെയുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആണ് എങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല, അത് സ്കിപ്പ് ചെയ്യും. ഇവിടെ അതുപോലെ തന്നെ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആവുകയാണെങ്കിൽ ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവുകയാണെങ്കിൽ ഈ കേർലി ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് മൊത്തം അത് സ്കിപ്പ് ചെയ്യും, അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഇഫ് എന്ന് പറഞ്ഞ് ചോദിക്കുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണെങ്കിൽ മാത്രമേ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുകയുള്ളൂ. അല്ല എങ്കിൽ അത് ഫുള്ളി സ്കിപ്പ് ആവും. ടെക്നിക്കലി പറയുന്നത് ഇപ്പം ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ അല്ലെങ്കിൽ ഫാൾസ്, അങ്ങനെ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ഔട്ട്പുട്ടായിട്ട് വരുന്ന ഇക്വേഷൻസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് മാത്രമേ ഇവിടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ് എഴുതാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ എന്നാലും ടെക്നിക്കലി പറയുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ട് ഒന്നുകിൽ 0 അല്ലെങ്കിൽ നോൺ 0. ഇങ്ങനെ 0 അല്ലെങ്കിൽ നോൺ 0 വരുന്ന എന്ത് ഇക്വേഷനും നമുക്കിവിടെ എഴുതാം എന്നാണ് ടെക്നിക്കലി പറയുന്നത്. അതായത് ഇതിൻ്റെ എന്തെങ്കിലും ഇക്വേഷൻ നമുക്ക് ഇതിൻ്റെ അകത്ത് എഴുതാം. ആ ഇക്വേഷൻ്റെ ഔട്ട്പുട്ട് ഒന്നുകിൽ 0 ആയിരിക്കണം അല്ലെങ്കിൽ ഒരു നോൺ 0 വാല്യൂ ആയിരിക്കണം. 0 ആണെങ്കിൽ അത് എടുക്കുന്ന ഫാൾസ് എന്നായിരിക്കും അത് എടുക്കുന്നത്. 1 ആണെങ്കിൽ അല്ലെങ്കിൽ നോൺ 0 വാല്യൂ ആണെങ്കിൽ ട്രൂ എന്നായിരിക്കും എടുക്കുന്നത്. അതായത് സത്യം പറഞ്ഞാൽ ഈ എക്സ്പ്രഷൻ്റെ ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ഈ എക്സ് എന്ന ഈ വേർഡ് തന്നെ നമുക്ക് വേണമെങ്കിൽ എഴുതാൻ പറ്റും. എക്സ് എന്ന് പറയുന്ന ഈ വേരിയബിൾ മാത്രം ഇങ്ങനെ എഴുതാനാക്കും. അല്ലെങ്കിൽ x+1 എന്ന് നമുക്ക് ഇവിടെ എഴുതാൻ സാധിക്കും. അല്ലെങ്കിൽ x+x+1 എന്ന് നമുക്ക് എഴുതാനൊക്കും. സാധാരണ ഇതിൻ്റെ എല്ലാം ആൻസർ എന്ന് പറയുന്നത് ട്രൂ ഓർ ഫാൾസ് അല്ല. ഈ എക്സ് എന്ന് പറയുന്ന വേരിയബിളിൽ എന്തെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. 1 എന്നോ 5 എന്നോ 10 എന്നോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ 0 എന്നോ വാല്യൂ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ഔട്ട്പുട്ട് ആക്ച്വലി ട്രൂ അല്ലെങ്കിൽ ഫാൾസ് അല്ല. എന്നാലും നമുക്ക് ഇങ്ങനത്തെ ഇക്വേഷൻസ് എല്ലാം ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കൂടെ എഴുതാം എന്നാണ് സ്റ്റാൻഡേർഡായിട്ട് പറയുന്നത്. അവർ ഇതിൻ്റെ ഈ കമ്പൈലർ എക്സിക്യൂട്ട് ചെയ്യുമ്പം ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് മാത്രമേ നോക്കത്തുള്ളൂ. ഈ x+1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് ഒന്നുകിൽ 0 അല്ലെങ്കിൽ നോൺ 0 വാല്യൂ ആണോ അല്ലയോ എന്നായിരിക്കും നോക്കുന്നത്. ഇവിടെ ഇപ്പോൾ എന്താണെന്നാലും 0 എന്ന വാല്യൂ വരത്തില്ല, ഒരു നോൺ 0 വാല്യൂ ആയിരിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് അത് എക്സിക്യൂട്ട് ചെയ്യും. 0 ആണ് എങ്കിൽ ഇതിൻ്റെ ഈ ഇഫിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഒരു നോൺ 0 വാല്യൂ ആണെങ്കിൽ ഇഫിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. അത് ഞാൻ ടെക്നിക്കലി പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ സാധാരണ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിച്ച് പ്രോഗ്രാംസ് അങ്ങനെ എഴുതാറില്ല. നമ്മളെപ്പോഴും ഇങ്ങനത്തെ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് എന്ന ഔട്ട്പുട്ട് വരുന്ന ഇക്വേഷൻസ് മാത്രമേ നമ്മളിവിടെ എക്സ്പ്രഷൻ എന്ന രീതിയിൽ എഴുതാറുള്ളൂ. എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എന്താണോ ട്രൂ ആണെങ്കിൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, ഫാൾസ് ആണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് സ്കിപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യാറുള്ളൂ. പക്ഷേ എന്നാലും
നമുക്ക് എന്തെങ്കിലും വേരിയബിളോ അല്ലെങ്കിൽ ഇക്വേഷനോ നമുക്ക് എഴുതാനൊക്കും, അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് ആ ഇക്വേഷൻ്റെ ഔട്ട്പുട്ട് എന്താണോ അതിൻ്റെ വാല്യൂ 0 ആണോ നോൺ 0 ആണോ എന്ന് ചെക്ക് ചെയ്തിട്ടും ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് സാധാരണ വർക്ക് ചെയ്യാറുണ്ട്. അതും കൂടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ നമ്മൾ സാധാരണ ഈ ഒരു മെത്തേഡിലായിരിക്കും നമ്മളെപ്പോഴും പ്രോഗ്രാം എഴുതുന്നത്. ഇങ്ങനത്തെ ടൈപ്പിലുള്ള ഇക്വേഷൻസ് ആയിരിക്കും നമ്മളിവിടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കൂടെ എഴുതുന്നത്. അതായത് അതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ അല്ലെങ്കിൽ ഫാൾസ് വരണം. അപ്പോൾ ഇതാണ് ഇഫ് എന്ന് പറയുന്ന ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ജസ്റ്റ് ചുമ്മാ 2 ഇൻപുട്ട് അത് അക്സെപ്റ്റ് ചെയ്യും, 2 ഇൻറ്റീജർ നമ്പേഴ്സ് അത് അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് ആ 2 നമ്പറും ഈക്വൽ ആണോ അല്ലയോ എന്ന് ജസ്റ്റ് ഒരു മെസ്സേജ് പോലെ തരുന്ന ഒരു സിമ്പിൾ സാമ്പിൾ പ്രോഗ്രാമാണ്. ഇതൊന്നും എക്സാമിന് ചോദിക്കത്തില്ല. ഇതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം എൻ്റെ 2 നമ്പേഴ്സ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ 2 നമ്പേഴ്സ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന 2 നമ്പറും സെയിം തന്നെയാണ്. അങ്ങനെ സെയിം നമ്പർ തന്നെയാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ബോത്ത് നമ്പേഴ്സ് ആ സെയിം എന്ന ഒരു ഔട്ട്പുട്ട് അത് തരണം. അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം ഓവർ എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ടും തരും. അതേസമയം 2 നമ്പർ എൻ്റർ ചെയ്യാൻ ചോദിക്കുമ്പോൾ നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള 2 നമ്പേഴ്സാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് പ്രോഗ്രാം ഓവർ എന്ന ഒരു ഔട്ട്പുട്ട് മാത്രമേ അത് തരാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാമാണ്, ചുമ്മാ ഇതിൻ്റെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വർക്കിംഗ് എന്താണെന്ന് കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമാണ് നമുക്ക് കിട്ടേണ്ടത്. അതിലാദ്യം 2 നമ്പേഴ്സ് എൻ്റർ ചെയ്യാനായിട്ട് അതിൻ്റെ വാല്യൂസ് സ്റ്റോർ ചെയ്യാനായിട്ട് 2 വേരിയബിൾസ് എ എന്നും ബി എന്ന 2 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് എൻ്റെ 2 നമ്പേഴ്സ് എന്ന് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സി ഔട്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചു. ആ സമയത്ത് എൻ്റർ ചെയ്യുന്ന വാല്യൂവിനെ എയിലോട്ടും ബിയിലോട്ടും സ്റ്റോർ ചെയ്യാനായിട്ട് സിൻ എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചു. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്കറിയാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. ഇവിടെ ഇഫ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൻ്റെ അകത്ത് എ ഈക്വൽ ടു ബി എന്നൊരു കണ്ടീഷനാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഈ സംഭവം എന്തെന്ന് വെച്ചാൽ എയുടെ വാല്യൂ ഈക്വൽ ടു ബി ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഇത്. ഈ എ ഈക്വൽ ടു ബി എന്നാണ് കൊടുത്തിരുന്നത്. എ ഈക്വൽ ടു ബി എന്നല്ല, എ ഈക്വൽ ടു ബി. അത് സംഭവം എന്ന് വെച്ചാൽ ചെക്ക് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. എയുടെ വാല്യൂ ഈക്വൽ ടു ബി ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണിത്. ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ, അതായത് എയുടെ വാല്യൂ ഈക്വൽ ടു ബി ആണ് എങ്കിലായിരിക്കും അതിൻ്റെ കൂടെയുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ കേർലി ബ്രാക്കറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അതായത് ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ ഒരു സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ എന്നാണ് അർത്ഥം. അപ്പോൾ ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 2 നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ബോത്ത് നമ്പേഴ്സ് ആ സെയിം എന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സപ്പോസ് ഇപ്പം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂ ഡിഫറൻ്റ് ആണെങ്കിൽ, അതായത് ഇവിടെ ഇപ്പം 5 എന്ന് 4 എന്ന് പറഞ്ഞ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ സമയത്ത് ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫാൾസ് ആയിരിക്കും. എ ഈക്വൽ ടു ബി അല്ലല്ലേ, എയുടെ വാല്യൂം ബിയുടെ വാല്യൂം ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആണ്. അങ്ങനെ ഫാൾസ് ആണെങ്കിൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെയുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല, അത് സ്കിപ്പ് ചെയ്യും. എന്നിട്ട് ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ, പ്രോഗ്രാം ഓവർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ 5ഉം 4ഉം എന്ന് കൊടുക്കുമ്പോൾ ബോത്ത് നമ്പേഴ്സ് ആ സെയിം എന്ന് ഡിസ്പ്ലേ ചെയ്യാതെ ജസ്റ്റ് പ്രോഗ്രാം ഓവർ എന്നിവിടെ ഡിസ്പ്ലേ ചെയ്തത്. അപ്പം ഇത് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടീഷനായിട്ട് ഇവിടെ കൊടുക്കുന്നു. ഇതിൻ്റെ ഈ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. ട്രൂ ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ കൂടെയുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഫാൾസ് ആണ് വരുന്നതെങ്കിൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കൂടെ നമ്മൾ മെൻഷൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല, അത് സ്കിപ്പ് ചെയ്യും. എന്നിട്ട് ബാക്കി സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതേ പ്രോഗ്രാം തന്നെ നമുക്ക് കേർലി ബ്രാക്കറ്റ് ഉപയോഗിച്ചും എഴുതാം. ഞാനിവിടെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അത് എഴുതിയിട്ട് 2 കേർലി ബ്രാക്കറ്റിൻ്റെ അകത്താണ് ബോത്ത് നമ്പേഴ്സ് ആർ സെയിം എന്ന ഈ സി ഔട്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഇങ്ങനെയും കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഒരു സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ബ്രാക്കറ്റ് കൊടുത്തില്ല എങ്കിലും അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്തോളും. ബ്രാക്കറ്റ് കൊടുത്താലും വർക്ക് ആയിക്കോളും, കുഴപ്പമില്ല. ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അകത്ത് വരുന്നു എങ്കിലാണ് സാധാരണ ബ്രാക്കറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ബ്രാക്കറ്റ് ഇട്ടും എഴുതാം, ബ്രാക്കറ്റ് ഇടാതെ എഴുതാം. ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു എങ്കിൽ മാത്രമാണ് നമ്മൾ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നുവെങ്കിൽ ഈ കേർലി ബ്രാക്കറ്റ് കൂടെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഇതാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വർക്കിംഗ് നിങ്ങളുടെ അടുത്ത് തിയറി ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സിൻടാക്സ് ആയിരിക്കണം എഴുതി കാണിക്കേണ്ടത്. ഇഫ് എന്ന് കൊടുത്തിട്ട് ബ്രാക്കറ്റിൻ്റെ അകത്തൊരു കണ്ടീഷൻ അല്ലെങ്കിൽ എക്സ്പ്രഷൻ എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഈ കേർലി ബ്രാക്കറ്റ് ഇട്ടിട്ട് സ്റ്റേറ്റ്മെൻറ്റ് 1, സ്റ്റേറ്റ്മെൻറ്റ് 2, സ്റ്റേറ്റ്മെൻറ്റ് എന്ന് ഇടുക. എന്നിട്ട് ബാക്കി റിമൈനിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് കൊടുക്കുക. ഇതൊരു സിൻടാക്സ് തിയറി ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുകയാണെങ്കിൽ എഴുതാനായിട്ടൊരു സിൻടാക്സ് ഞാനിവിടെ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഈ കണ്ടീഷനായിട്ട് സാധാരണ കൊടുക്കുന്നത് ട്രൂ ഓർ ഫാൾസ് എന്നീ ഔട്ട്പുട്ട് വരുന്ന എന്തെങ്കിലും ഇക്വേഷൻ ആയിരിക്കും നമ്മളവിടെ കൊടുക്കുന്നത്. ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് എന്ന ഔട്ട്പുട്ട് വരുന്ന എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ കണ്ടീഷൻ ആയിരിക്കും, എന്തെങ്കിലും ഇക്വേഷൻ ആയിരിക്കും നമ്മൾ ഇവിടെ കണ്ടീഷൻ എന്ന് പറയുന്ന ആ പോർഷനിൽ കൊടുക്കുന്നത്. ഇപ്പോൾ ട്രൂ എന്ന് പറഞ്ഞാൽ 1 എന്ന ഡിജിറ്റിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫാൾസ് എന്ന് പറഞ്ഞാൽ 0 എന്ന ഡിജിറ്റിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ വേരിയബിൾസിനെയും ഇക്വേഷനും ഒക്കെ നമുക്ക് എഴുതാനൊക്കും. സാധാരണ ഈ കണ്ടീഷൻ എന്ന് പറയുന്ന പോർഷനിൽ ഈ ഇക്വേഷനൊക്കെ എഴുതാനൊക്കും. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഒരു നോൺ സീറോ വാല്യൂ അയക്കണം. ഇവിടെ എക്സിൻ്റെ വാല്യൂ ഒരു നോൺ സീറോ വാല്യൂ ആണ് എങ്കിൽ ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം എക്സിക്യൂട്ട് ആവും. നോൺ സീറോ എന്ന് പറയാൻ കാര്യം ട്രൂ എന്ന് ഔട്ട്പുട്ടിന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് 1 എന്ന് പറയുന്ന വാല്യൂ വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഗ്രേറ്റർ ദാൻ 0 വരുന്ന എന്ത് വാല്യൂ ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വന്നാലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ആവും. ഈ ഇക്വേഷൻസ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ വാല്യൂസ് 0 ഔട്ട്പുട്ട് 0 ആയിട്ട് വന്നാൽ മാത്രമേ ഈ കണ്ടീഷൻസ് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം സ്കിപ്പ് ആവുകയുള്ളൂ. നോൺ സീറോ വാല്യൂ ഇതിൻ്റെ എല്ലാം ഔട്ട്പുട്ട് നോൺ സീറോ വാല്യൂ ആയിട്ട് വരികയാണെങ്കിൽ ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം എക്സിക്യൂട്ട് ആവും. ഇതും കൂടെ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. സാധാരണ ഇങ്ങനെയൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. നമ്മളെപ്പോഴും ഇങ്ങനത്തെ ട്രൂ ഓർ ഫാൾസ് എന്ന ഔട്ട്പുട്ട് വരുന്ന ഇക്വേഷൻസ് മാത്രമേ ഇവിടെ കണ്ടീഷൻ എന്ന് പറഞ്ഞ് നമ്മൾ മെൻഷൻ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് 2 പ്രോഗ്രാമും കൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.